പ്രിയമുള്ളവരെ, വചനജ്വാല 1186 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നവംബർ 29 വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ ജോബിന്റെ പുസ്തകം 24 അധ്യായം 13 മുതൽ 25 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. പ്രകാശത്തിന്റെ വഴി പരിചയിക്കുകയോ അതിൽ സഞ്ചരിക്കുകയോ ചെയ്യാതെ അതിനെ എതിർക്കുന്നവരുണ്ട്. ദരിദ്രരെയും നിരാലംബരെയും കൊല്ലുന്നതിന് കൊലപാതകി നേരം വെളുക്കും മുമ്പ് ഉണരുന്നു. രാത്രിയിൽ അവൻ മോഷണം നടത്തുന്നു. ആരും എന്നെ കാണുകയില്ല എന്ന് പറഞ്ഞ് വ്യഭിചാരി ഇരുട്ടാകാൻ കാത്തിരിക്കുന്നു. അവൻ അവിടെ മുഖം മൂടി അണിയുന്നു. രാത്രിയിൽ അവർ വീടുകൾ തുറക്കുന്നു. പകൽ സമയം കതകടച്ച് മുറികളിൽ കഴിയുന്നു. അവർ പ്രകാശം കാണുന്നില്ല. കടുത്ത അന്ധകാരമാണ് അവരുടെ പ്രഭാതം. അന്ധകാരത്തിന്റെ ക്രൂരതകളുമായിട്ടാണ് അവരുടെ കൂട്ടുകെട്ട്. നിങ്ങൾ പറയുന്നു, വെള്ളം അവരെ അതിവേഗം ഒഴുക്കിക്കളയുന്നു. ഭൂമിയിൽ അവരുടെ അവകാശം ശപിക്കപ്പെട്ടിരിക്കുന്നു. കച്ചവടക്കാർ അവരുടെ മുന്തിരിത്തോട്ടങ്ങളെ സമീപിക്കുന്നില്ല. വരൾച്ചയും ചൂടും ഹിമജലത്തെ എന്ന പോലെ പാപിയെ പാതാളം തട്ടിക്കൊണ്ടുപോകുന്നു. മാതൃഗർഭം പോലും അവരെ വിസ്മരിക്കുന്നു. അവരുടെ നാമം ഒരിക്കലും ഓർമ്മിക്കപ്പെടുന്നില്ല. അങ്ങനെ ദുഷ്ടതയെ വൃക്ഷം എന്ന പോലെ വെട്ടി നശിപ്പിക്കും. മക്കളില്ലാത്ത വന്ധ്യകളെ അവർ ഇരയാക്കുന്നു. വിധവയ്ക്ക് അവർ ഒരു നന്മയും ചെയ്യുന്നില്ല. ദൈവം തന്റെ ശക്തിയാൽ ബലവാന്മാരുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നു. ജീവിതത്തെപ്പറ്റി നിരാശരാകുമ്പോൾ അവർ ഉണർന്നെഴുന്നേൽക്കുന്നു. ദൈവം അവർക്ക് സുരക്ഷിതത്വം നൽകി സഹായിക്കുന്നു. അവരുടെ വഴികളിൽ അവിടുത്തെ ദൃഷ്ടികൾ പതിഞ്ഞിരിക്കുന്നു. അല്പകാലത്തേക്ക് അവർ ഉയർത്തപ്പെടുന്നു, പിന്നീട് അവർ ഇല്ലാതാകുന്നു. കളകളെപ്പോലെ അവർ വാടി നശിക്കുന്നു. കതിർക്കുല പോലെ അവരെ കൊയ്തെടുക്കുന്നു. ഇത് ശരിയല്ലെങ്കിൽ ഞാൻ നുണയനാണെന്നും ഞാൻ പറയുന്നത് അർത്ഥശൂന്യമാണെന്നും ആർ തെളിയിക്കും? ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷിയായ വിശുദ്ധ സത്തൂർണീസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. ടുളൂസിൽ മെത്രാനായിരുന്ന സത്തൂർണിയൂസ് ഒരുപാട് പേരെ മാനസാന്തരപ്പെടുത്തിയിട്ടുണ്ട്. താമസ സ്ഥലത്തുള്ള ഒരു ക്ഷേത്രത്തിൽ ദേവന്മാർ പ്രവചിക്കാറുണ്ടായിരുന്നത്രേ. വിശുദ്ധൻ അതിന് മുന്നിലൂടെ പോകുമ്പോൾ ദേവന്മാർ ഊമരാകുന്നു. അവിടുത്തെ പൂജാരികൾ ഒളിച്ചിരുന്ന് വിശുദ്ധ സത്തൂർണീസിനെ വലിച്ചിഴച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന് ദേവന്മാർക്ക് ബലി ചെയ്തില്ലെങ്കിൽ വിശുദ്ധനെ ബലി ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. ഞാൻ ഏകദൈവത്തെ മാത്രമേ ബലിയർപ്പിക്കുകയൂ എന്ന് പറഞ്ഞ് അപ്പോൾ കുപിതരായ പൂജാരികൾ ഇദ്ദേഹത്തെ മർദ്ദിച്ചവശനാക്കി. ഒരു കാളയുടെ കാലിൽ കെട്ടിയിട്ട് കാളയെ ഓടിച്ചു.
അദ്ദേഹം തല പൊട്ടി മരിക്കുകയാണ് ഉണ്ടായത്. ധീര രക്തസാക്ഷിയായ വിശുദ്ധ സത്തൂർണീസിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു.